അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു റമദാനിൻ്റെ 22ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ റമദാനിലൂടെ അള്ളാഹുവിൻ്റെ പൊറുക്കൽ നേടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന, റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ തുടങ്ങുമ്പോൾ നമ്മളുടെ ചെറുപ്പകാലത്തിലെ റമദാൻ അനുഭവങ്ങളിലേക്ക് ഒരു കവിതയിലൂടെ ചെറുതായിട്ടൊന്ന് പ്രവേശിച്ചിട്ട് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വോയിസ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ പറ്റുമോ? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ ആണോ? സുഖമുള്ള ഉറക്കം ഉണരാൻ മടിച്ച, മൂടിക്കിടന്ന് വീണ്ടും പുതച്ച് സുബഹിബാങ്കിന്റെ നാദം വരെ അത്താഴം കഴിക്കാൻ പാർപ്പിച്ചിരുന്ന രസമുള്ള നോമ്പിന്റെ കുട്ടിക്കാലം. അതുപോലെ ദാഹിച്ചു വരണ്ട തൊണ്ടയിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ വീണ്ടും ഒരു ബാങ്കളിയുടെ കാത്തിരിപ്പിൽ അസ്തമയ സൂര്യന്റെ വെട്ടത്തെ മിഴിച്ചുമ്മാതെ നാനത്ത് നോക്കി കാതുകൂർപ്പിച്ചിരിക്കുന്ന ഇഫ്താറിന്റെ സമയം. ഇതൊക്കെ നമ്മളുടെ ചെറുപ്പകാലമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അതേപോലെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയരുന്ന ബാങ്കിന്റെ ധ്വനിയിൽ ആദ്യ അക്ഷരത്തോടൊപ്പം മോന്തിക്കുടിക്കുന്ന പഴനീരിന്റെ രുചിയും സുഗന്ധവും നൽകുന്ന ഉന്മേഷം. ഏറ്റവും രസമുള്ളത് ഇതിലെ അവസാനത്തെ ഖണ്ഡികയാണ്. കൂട്ടുകാരോട് ചോദിച്ച് എണ്ണം തിട്ടപ്പെടുത്തി പിറകിലാണ് എന്നറിയുമ്പോൾ നാണത്താൽ തല കുനിഞ്ഞു പോകുന്ന സുന്ദരമായ നോമ്പ് ഓർമ്മക്കാലം. ഇങ്ങനെ ഒരു ഓർമ്മക്കാലം എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. സാധാരണ നോമ്പുമായി ബന്ധപ്പെട്ട ഏതൊരു ചർച്ചയും ഏതൊരു പ്രസംഗവും ഖുതുബയും ഒക്കെ ആരംഭിക്കാറുള്ളത് സൂറത്തുൽ ബഖറയിലെ 155ാമത്തെ ആയത്ത് ഓതിക്കൊണ്ടാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് ആരംഭിക്കുന്ന ഈ ആയത്ത്, ഈ ആയത്തല്ലാതെ വിശുദ്ധ ഖുർആനിൽ നോമ്പിനെ കുറിച്ച് എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും നോമ്പുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ഒരായത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്ന് തുടങ്ങുന്ന ഈ ഒരു പ്രഭാഷണ ഖണ്ഡികയിൽ അല്ലാതെ, അപ്പോൾ യാ അയ്യുഹല്ലദീന കുതിബ അലൈക്കും എന്നുള്ളതിന്റെ രണ്ടായത്ത് മുമ്പുള്ള ആയത്താണ്. ഞാനത് കുറച്ചുകൂടി വിശദീകരിക്കും. ഇതല്ലാതെ മുഴുവൻ ഖുർആനിൽ നമ്മൾ എടുത്തു നോക്കിയാൽ റമളാനിനെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെവിടെയും പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അള്ളാഹുവിന് വേണമെങ്കിൽ റമളാനിനെ കുറിച്ച് സൂറത്തുർ റമളാൻ എന്ന് പറഞ്ഞിട്ടൊരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹുവിന് വേണമെങ്കിൽ അവതരിപ്പിക്കാമായിരുന്നു, അല്ലെ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവതരിപ്പിച്ചില്ല. അതിന് പകരം സൂറത്തുൽ ബഖറയിലെ 185ാമത്തെ ആയത്തിലാണ് അള്ളാഹു റമളാനിനെ അവതരിപ്പിക്കുന്നത്. നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുന്ന ആയത്ത് ഇതിന്റെ തൊട്ട് മുമ്പുള്ള 153ാമത്തെ ആയത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റമളാനിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോൾ, പ്രഭാഷണം നടത്തുമ്പോൾ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ മുൻപ് എന്താണ് പറയുന്നത് എന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ അള്ളാഹു പരാമർശിക്കുക, എല്ലാ സ്ഥലത്തും അള്ളാഹു പരാമർശിക്കുമല്ലോ. അതുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലേക്ക് നമുക്കൊന്ന് വളരെ പെട്ടെന്നൊന്ന് കടന്നു പോയതിനു ശേഷം നമുക്ക് റമളാനിന്റെ ആയത്തിലേക്ക് വരാം. നമ്മളൊക്കെ സൂറത്തുൽ ബഖറ പഠിച്ചിട്ടുള്ള ആളുകളോ നിരന്തരമായി കേട്ടിട്ടുള്ള ആളുകളോ ആണ്. സൂറത്തുൽ ബഖറയിലെ ആമുഖത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് വിശ്വാസി എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ഒന്ന് രണ്ട് പേര് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയണ്ടേന്, എന്തോ ഐഡി ചോദിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടോ? ബാസിലുണ്ടോ? ഇല്ല, അത് അവരുടെ ഗൂഗിൾ ഐ ഡി എൻ്റർ ചെയ്യണമായിരിക്കും, ജിമെയിലില്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. കണ്ടിന്യൂ ചെയ്തോ. അപ്പൊ ഒന്നാമതായിട്ട് സൂറത്തുൽ ബഖറയിൽ ആമുഖത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ അള്ളാഹു വിശദീകരിക്കുന്നത് വിശ്വാസികൾ ആരെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അടുത്ത പേജിന്റെ തുടക്കത്തിൽ ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസി ആരാണെന്ന് പറയുന്നു. പിന്നെ ഏകദേശം 1.5 പേജോളം അള്ളാഹു വിശദീകരിക്കുന്നത് ആരാണ് കപട വിശ്വാസികൾ എന്നതിനെ കുറിച്ചാണ്.
അപ്പൊ മൂന്ന് ആളുകൾ, വ്യത്യസ്ത തരം ആളുകൾ: വിശ്വാസികൾ, അവിശ്വാസികൾ, കപട വിശ്വാസികൾ. ഇത്രയും ആമുഖമായി പറഞ്ഞതിന് ശേഷം തുടർന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. സൂറത്തുൽ ബഖറ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ വൈശിഷ്ട്യം നൽകിയിട്ടുള്ള മനുഷ്യന്റെ സൃഷ്ടി, അതാണല്ലോ ആദം നബി. ആദം നബിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് തുടർന്ന് പറയുന്നു. അപ്പൊ ആദം നബിയുടെ കഥ ഇങ്ങനെ പറഞ്ഞു വന്ന് അത് ഉപസംഹരിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ജനതയായിരുന്ന ബനു ഇസ്രായേൽ ജനതയെ കുറിച്ചാണ് അതിനുശേഷം അള്ളാഹു പറയുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു, ആ സൃഷ്ടികളിൽ പ്രധാനപ്പെട്ട മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു, മനുഷ്യന്റെ സൃഷ്ടിയിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ബനു ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു. അത് തുടങ്ങുന്നത് സൂറത്തുൽ ബഖറയിലെ 40-ാമത്തെ ആയത്തിലാണ്. യാ ബനി ഇസ്രായേൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന് തുടങ്ങുന്ന ഈ 40-ാമത്തെ ആയത്ത് മുതൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബനു ഇസ്രായേൽ സന്തതികളെ കുറിച്ചാണ്. ബനു ഇസ്രായേലിയർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനവധി അനുഗ്രഹങ്ങൾ, അവരെ കടുത്ത പീഡനങ്ങൾ ഏൽപ്പിച്ചിരുന്ന ഫിർഔനിന്റെ പീഡനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി, അവരെ മരുഭൂമിയിലൂടെ അള്ളാഹു എങ്ങനെയാണ് യാത്ര ചെയ്യിപ്പിച്ചത്, അതിനുശേഷം മരുഭൂമിയിൽ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വെള്ളം, അവർക്ക് ഭക്ഷണം, അവർക്ക് തണൽ, ഇതൊക്കെ എങ്ങനെ നൽകി. എന്നിട്ടും ആ ജനത അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു എന്നുള്ളതാണ് ആ ഒരു ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞു വരുന്നത്. അതിൽ 50-ാമത്തെ ആയത്ത് വളരെ പ്രത്യേകതയുള്ളതായതുകൊണ്ട് അത് മാത്രം ഒരു ഉദാഹരണത്തിന് അള്ളാഹു എങ്ങനെയാണ് അവരെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറയാൻ ഒരു ഉദാഹരണത്തിന് 50-ാമത്തെ ആയത്ത് മാത്രം ഇവിടെ എടുത്തു ഉദ്ധരിക്കുന്നു. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലു, ജൂതന്മാർ, യഹൂദികൾക്കാണല്ലോ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ആരായിരുന്നു ബനു ഇസ്രായേൽ? ഇസ്രായേലിന്റെ സന്തതികളെയാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരായിരുന്നു. ആരായിരുന്നു യാക്കൂബ് നബി? ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി. ഇസ്ഹാഖ് നബി ആരാണ്? ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ഹാഖ് നബി. അപ്പോ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബിന്റെ മക്കളെയാണ് സാധാരണ ബനു ഇസ്രായേൽ എന്ന് പറയാറുള്ളത്. അവർ മൊത്തത്തിൽ ജൂത മതമാണ് പിൻപറ്റാറുള്ളത് എന്നതുകൊണ്ട് ജൂതന്മാരെയും അങ്ങനെ പറയാറുണ്ട്. ക്രിസ്ത്യാനികളും ഒരു പരിധി വരെ ആദ്യ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളും ബനു ഇസ്രായേലിൽ തന്നെ വരും എന്ന് നമ്മൾക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ അവരുടെ ഒരു വിശ്വാസം, അള്ളാഹു ഞങ്ങളെ തെരഞ്ഞെടുത്ത ജനതയാണല്ലോ ഞങ്ങള്, അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുകയില്ല എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, ഖുൽ അത്തഖസ്തും ഇൻദല്ലാഹി അഹ്ദ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലും നരകത്തിലേക്ക് വലിച്ചെറിയുകയില്ല എന്നുള്ള വാഗ്ദാനം അള്ളാഹു നിങ്ങൾക്ക് എഴുതി നൽകിയിട്ടുണ്ടോ? ഫല യുഖ്ലിഫ് അല്ലാഹു, അങ്ങനെ ഒരു വാഗ്ദാനം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് ലംഘിക്കുകയില്ല. എന്നാൽ അങ്ങനെ ആർക്കും അള്ളാഹു ഉറപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഒരു ആയത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഈ ഒരു പ്രസംഗത്തിന്റെ അവസാനമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ 40-ാമത്തെ ആയത്തിൽ നിന്ന് തുടങ്ങി 122-ാമത്തെ ആയത്ത് വരെ അള്ളാഹു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജൂതന്മാരുടെ ചരിത്രമാണ്. 122-ാമത്തെ ആയത്ത് ഞാൻ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന് തന്നെയാണ് ആ ആയത്ത് തുടങ്ങുന്നത്. അപ്പൊ 40-ാമത്തെ ആയത്തിൽ ബനു ഇസ്രായേലിന്റെ ചരിത്രം പറയാൻ ആരംഭിച്ചു. 122-ാമത്തെ ആയത്ത് വരെ 82 ആയത്തുകളിൽ, ഞാനത് ചോദിക്കണം ഞാൻ ചേർന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോ അറിയാതെ പറഞ്ഞുപോയി. 82 ആയത്തുകളിൽ അള്ളാഹു ബനു ഇസ്രായേലിയരുടെ ചരിത്രമാണ് വിശദീകരിക്കുന്നത്. എന്തിനാണ് ഈ ചരിത്രം അള്ളാഹു ഇവിടെ വിശദീകരിച്ചത് എന്നറിയോ? ബനു ഇസ്രായേലിനെ അള്ളാഹു തെരഞ്ഞെടുത്ത ജനതയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ തെരഞ്ഞെടുത്ത ജനതയാകുമ്പോൾ അള്ളാഹു അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തി എന്ന് പറയുന്നതിന് വേണ്ടി ഒരു കുറ്റപത്രം എന്നോണമാണ് സൂറത്തുൽ ബഖറയിലെ ഈ 80 ആയത്തുകളിൽ 82 ആയത്തുകളിൽ അള്ളാഹു ബനു ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നത്. അഥവാ മുസ്ലിങ്ങളോട് അള്ളാഹു പറയുകയാണ്, അള്ളാഹു ഇതുവരെ ബനു ഇസ്രായേലിന് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു പദവി ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. പക്ഷെ അത് നൽകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ആദ്യം അത് നൽകിയ ജനതയിൽ നിന്ന് അള്ളാഹു അത് എടുത്തു മാറ്റുന്നു എന്നുള്ളത്
നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരെ വിശ്വാസികളാണ് എന്ന് പുറമെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും അകത്ത് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ നിരന്തരമായിട്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങള് അതിൽ നിന്ന് തെറ്റി നടന്നതും അള്ളാഹുവിനോട് അവർ ധിക്കാരം പ്രവർത്തിച്ചതും എന്തൊക്കെ ചെയ്താലും ഞങ്ങളെ അള്ളാഹു കൈവടിയുകയില്ല എന്നുള്ള ആ ഒരു വ്യാജമായ പ്രതീക്ഷയിൽ അവർക്ക് ജീവിക്കാൻ സാധിച്ചതുമെന്നാണ് ഈ 82 ആയത്തുകളിലും അള്ളാഹു സൂചിപ്പിക്കുന്നത്. അഥവാ പണ്ഡിതന്മാരെ ഈ 52 ആയത്തുകളിൽ പഠിച്ചിട്ട് പറയുന്നുണ്ട്, ആമുഖത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ് വിശ്വാസി, ആരാണ് അവിശ്വാസി, ആരാണ് മുനാഫിക്ക് എന്ന് പറഞ്ഞല്ലോ. ആ 3 ഒറ്റ മിനിറ്റ്, ഒരാള് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. പിന്നെ ആരാണ് അവിശ്വാസി, ആരാണ് വിശ്വാസി, ആരാണ് മുനാഫിക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുനാഫിക്കിന്റെ ലക്ഷണം എന്താണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണ സഹിതം വിശ്വാസികളെ പഠിപ്പിക്കുന്നതാണ് ഇത് സൂറത്തുൽ ബഖറയിലെ ഈ 82 ആയത്തുകൾ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന പ്രത്യേക പദവി അവരിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് പറയുന്നത്. എന്തിനാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നത് എന്നറിയോ? അവരുടെ ആ ഒരു പദവി അവരിൽ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളതിനുള്ള അടയാളമാണ് തുടർന്ന് അള്ളാഹു പറയാൻ പോകുന്നത്. പക്ഷെ അത് പറയുമ്പോ ബനു ഇസ്രായേല്യർ അതിനൊരു വിവാദ വിഷയമാക്കും. അപ്പൊ ആ വിവാദ വിഷയമാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമായതുകൊണ്ട് അള്ളാഹു അവരതിനെ വിവാദമാക്കുന്നതിന് മുൻപ് അവർക്കുള്ള മറുപടി ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലൂടെ പറയുകയാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രം അള്ളാഹു എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? സൂറത്തുൽ ബഖറയിലെ 124-ാമത്തെ ആയത്താണിത്. ഇബ്രാഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ കഠിനമായി പരീക്ഷിച്ചു. ബി കലിമാത്തിൻ, അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട്. ഇബ്രാഹിം നബി അതിലെല്ലാം വിജയിച്ചു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയിൽ വിജയിച്ച സാധാരണ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ലേ? അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്തായിരുന്നു ആ സർട്ടിഫിക്കറ്റ്? ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ താങ്കളെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഇമാമായി നിശ്ചയിക്കുന്നു എന്നതാണ് ആ ഒരു സർട്ടിഫിക്കറ്റ്. എന്നിട്ട് അള്ളാഹു അത് ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി തിരിച്ച് അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? അള്ളാഹുവെ, അള്ളാഹു നീ എനിക്ക് ഈ ഒരു പദവി നൽകിയല്ലോ, ഈ പദവി എന്റെ മക്കൾക്ക് കൂടി നൽകുമോ? കാലമിൻ സുദ്ദിയത്തി, അള്ളാഹു ഇത് എന്റെ മക്കൾക്ക് കൂടി ഈ പദവി ലഭിക്കുമോ? അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, താങ്കളുടെ മക്കളിൽ അക്രമികളായ ആളുകൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടില്ല, ഈ ഒരു പദവി കിട്ടില്ല. അപ്പൊ ഇബ്രാഹിം നബിക്ക് എന്ത് മനസ്സിലായി? എന്റെ സമുദായത്തിൽ വിശ്വാസികളായ ആളുകളും ഉണ്ടാകും, അക്രമികളായ അവിശ്വാസികളായ ആളുകളും ഉണ്ടാകും എന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായി. അപ്പൊ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബിക്ക് നാളെ പരലോകത്ത് ഈ മക്കളൊക്കെ വരുമ്പോ തന്റെ ധാരാളം മക്കള് അവിശ്വാസികളായി കഴിഞ്ഞാൽ അത് പരലോകത്ത് അവരൊക്കെ നരകത്തിൽ പോകുമല്ലോ എന്നുള്ള ഒരു ബേജാറാണ്, ഒരു പ്രയാസമാണ് ഇബ്രാഹിം നബിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരായത്തിന് ശേഷം ഇബ്രാഹിം നബി വീണ്ടും അള്ളാഹുവിനോട് മക്കയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വൈദ്കാല ഇബ്രാഹിം, ഇബ്രാഹിം നബി വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അള്ളാഹുവെ ഈ നാടിനെ ആമിനായ, ഭയരഹിതമായ, നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അതുപോലെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യണേ. എന്നിട്ട് ഇബ്രാഹിം നബി അവിടെ വളരെ ഇന്റലിജന്റ് ആയിട്ട് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. എന്താണ് ആ കണ്ടീഷൻ? എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണ്ട, എല്ലാവർക്കും ഈ ഒരു സെക്യൂരിറ്റി കൊടുക്കണ്ട, ആർക്ക് മാത്രം കൊടുത്താൽ മതി? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവെ നിന്നെ വിശ്വസിക്കുന്ന അതുപോലെ തന്നെ അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഈ ഭക്ഷണവും സെക്യൂരിറ്റിയും നൽകിയാൽ മതി എന്നാണ് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഭക്ഷണം കിട്ടാതെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടു പോകും. അപ്പൊ ധാരാളം ആളുകൾ നാളെ പരലോകത്ത് അവിശ്വാസികളായിക്കൊണ്ട് ഇബ്രാഹിം നബിയുടെ ജനതയിൽ നിന്ന് വരുന്നത് ഇല്ലാതെയാകും. അതിനു വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനും മറുപടി നൽകുന്നത് എങ്ങനെയാണ്? വഖാല വമൻ കഫറ, ആരെങ്കിലും അവിശ്വസിച്ചാൽ ഫഉമത്തിഉഹു ഖലീലൻ, ഭൂമിയിൽ അവനെ ഞാൻ ഭക്ഷിപ്പിക്കുക തന്നെ ചെയ്യും. സുമ്മ ഔതറുഹു ഇലാ അദാബിന്നാർ, അതിനുശേഷം അവർ പരലോകത്തെത്തുമ്പോൾ അവരെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. വബിഅ്സൽ മസീർ, അതെത്ര മോശമായ പതനസ്ഥലമാണ് എന്നതാണ് ഇബ്രാഹിം നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ തന്റെ ജനതയിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരേപോലെ ഭക്ഷണവും വെള്ളവും സെക്യൂരിറ്റിയും ഒക്കെ കൊടുക്കും എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യം, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങളാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതായി പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ആ നാടിന് സെക്യൂരിറ്റി കിട്ടണം എന്നുള്ളതാണ്, സേഫ്റ്റി ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതിന്റെ ഒരു അടയാളം എന്നുള്ള അർത്ഥത്തിലാണ് 105-ാമത്തെ അധ്യായം സൂറത്തു ഫീലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്ത് മക്കയെ ആക്രമിക്കാൻ വന്നപ്പോ എങ്ങനെയാണ് അബ്രഹത്തിന്റെ ആനകളിൽ നിന്ന് കൊച്ചു കൊച്ചു കൂട്ടം കൂട്ടമായി വരുന്ന പക്ഷികളെ കൊണ്ട് കാബയെ രക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട്. അഥവാ എങ്ങനെയാണ് മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സേഫ്റ്റി നൽകിയത്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി സേഫ്റ്റി നൽകിയത് എന്ന് 105-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു. 106-ാമത്തെ ആയത്തിൽ ഇതിൽ രണ്ടാമതായിട്ട് ഇബ്രാഹിം നബി എന്താ ചോദിക്കുന്നത്? രണ്ടാമതായിട്ട് ഇബ്രാഹിം നബി ചോദിക്കുന്നത് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് അല്ലെ. മക്കയിൽ ആളുകൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുത്തത് എന്നുള്ളതാണ് 106-ാമത്തെ അധ്യായത്തിൽ ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്ത ശിതാഇ വസ്വൈഫ് ഫലിയഅ്ബുദു റബ്ബ ഹാസൽ ബൈത്ത് എന്ന് പറയുന്ന ആ ആയത്തിൽ 2 കച്ചവട സംഘം ഉഷ്ണകാലത്തും ശൈത്യകാലത്തും യമനിലേക്കും ഷാമിലേക്കും മാറി മാറി പോകുന്ന ഖുറൈശികളുടെ കച്ചവട സംഘത്തിലൂടെയായിരുന്നു യാതൊരു അർത്ഥത്തിലുള്ള വിളവുകളും ഇല്ലാത്ത ഊഷരമായി കിടന്ന മക്ക മരുഭൂമിയിലുള്ള ആളുകൾക്ക് അള്ളാഹു ഭക്ഷണവും വെള്ളവും നൽകിയത് എന്ന്. വെള്ളം നൽകാൻ അവർക്ക് സംസം ഉണ്ടായിരുന്നു, ഭക്ഷണം നൽകിയത്, വിഭവങ്ങൾ നൽകിയത് എന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായത് കൊണ്ടാണ് തൊട്ടടുത്ത 2 അധ്യായങ്ങളിലായി വന്നത് എന്ന് പണ്ഡിതന്മാര് സൂചിപ്പിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? കഅബ നിർമ്മിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒരുമിച്ച് നടത്തുന്ന പ്രാർത്ഥനയാണ് തുടർന്ന് അള്ളാഹു 127-ാമത്തെ ആയത്തിൽ പറയുന്നത്. അതിനുശേഷം 128-ാമത്തെ ആയത്തിൽ വീണ്ടും ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബന വജഅൽനാ മുസ്ലിമൈന ലക, അല്ലാഹുവേ ഞങ്ങളെ 2 പേരും, എന്നെയും ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും എന്താക്കണം? മുസ്ലിം ആക്കി മാറ്റണം. വമിൻ ദുർരിയത്തിന, ഞങ്ങളുടെ മക്കളിൽ നിന്ന്. ദുർരിയത്ത് എന്നുള്ള വാക്കിന് തൊട്ടടുത്ത മക്കൾ, സ്വന്തം മക്കൾ മാത്രമല്ല, ആ മക്കളുടെ മക്കള്, മക്കളുടെ പേരക്കുട്ടികൾ, അങ്ങനെ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന മക്കളെ എല്ലാം ഉൾക്കൊള്ളുന്ന പദമാണ് ദുർരിയത്ത് എന്നാണ് പറയുന്നത്. അപ്പോ അള്ളാഹു നേരത്തെ ഇബ്രാഹിം നബി നടത്തിയ 2 പ്രാർത്ഥനകൾ, ഒന്ന് എന്റെ മക്കളെല്ലാവരെയും ഇമാമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അള്ളാഹു സമ്മതിച്ചില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വാസികളായവർക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സമ്മതിച്ചില്ല. 3-മതായിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കണം, അള്ളാഹുവെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കളിൽ നിന്ന് ഒരു വിഭാഗമെങ്കിലും മുസ്ലിങ്ങൾ ആയിരിക്കും എന്നുള്ളതിനുള്ള ഒരു ഉറപ്പെങ്കിലും അള്ളാഹുവെ നീ എനിക്ക് നൽകണമെന്ന് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിന് അള്ളാഹു മറുപടി ഒന്നും പറഞ്ഞില്ല, മൗനം സമ്മതം എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അംഗീകരിച്ചു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത ആയത്തിൽ ഇത് മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി നടത്തുന്ന 3-മത്തെ പ്രാർത്ഥനയാണ്. എന്താണ് തൊട്ടടുത്ത ആയത്തിലുള്ളവർക്ക്? അങ്ങനെ മുസ്ലിങ്ങളാകുന്ന ആളുകൾ അവർക്ക് ഗ്രന്ഥം ഓതിക്കൊടുക്കാൻ, യത്ലു അലൈഹിം ആയാത്തിക, നിന്റെ വചനങ്ങൾ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ, വയുഅല്ലിമുഹുൽ കിതാബ്, നിന്റെ ഗ്രന്ഥം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, വൽ ഹിക്മ, യുക്തിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവാചകനെ അള്ളാഹുവെ നീ അവരിൽ നിയോഗിക്കണേ എന്നുള്ളതാണ് 3-മതായിട്ട് ഇബ്രാഹിം നബി നടത്തുന്ന പ്രാർത്ഥന. ഇപ്പൊ ബനു ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ അങ്ങനെ പറഞ്ഞു ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ മക്കളാണ്. അപ്പൊ യാക്കൂബ് നബിയുടെ മക്കളിൽ ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നുണ്ട്. യാക്കൂബ് നബിയുടെ ഒരു മകൻ യൂസുഫ് നബി പ്രവാചകനാണ്. ആ പരമ്പരയിൽ വരുന്ന മൂസാ നബി പ്രവാചകനാണ്. മൂസാ നബിയുടെ കസിൻ
ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്. അങ്ങനെ പ്രവാചകന്മാരുടെ നിരന്തരമായ ഒരു ചങ്ങല ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വംശപരമ്പരയിൽ അള്ളാഹു നൽകുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രാർത്ഥന നടത്തുന്ന ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ, ഇവരുടെ പരമ്പരയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ പ്രവാചകനെ മാത്രമേ നിയോഗിച്ചിട്ടുള്ളൂ. അതാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അള്ളാഹു ഒരു ഗ്രന്ഥം നൽകുന്നുണ്ട്. ആ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമ്മൾക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ മക്കയിൽ ഖുറൈശികളുടെ ഇടയിൽ നിയോഗിക്കാനുണ്ടായ ഒരു കാരണം, ഇബ്രാഹിം നബിയുടെ വംശപരമ്പരയിലാണ് അവർ വരുന്നത് എന്നും ഇസ്മായിൽ നബിയുടെ മക്കൾ കൂടിയാണ് അവര് എന്നുള്ളത് കൊണ്ടും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തിയതിന്റെ കൂടി ഫലമായിട്ടാണ് അങ്ങനെ ഖുറൈശികളിലേക്ക് മുഹമ്മദ് നബി അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനായി വന്നത് എന്നുള്ളതും നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് അറിയുമോ? ഇബ്രാഹിം നബിയുടെയും യാക്കൂബ് നബിയുടെയും വസിയ്യത്തിനെ കുറിച്ചാണ് തുടർന്ന് അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഇതും മക്കളുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട ആദിയാണ് എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളത്. എന്താണ് സ്വന്തം മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്കുള്ള ആദി? എന്താണ്? നിങ്ങൾക്കൊക്കെ പേരൻസ് ആയിട്ടുള്ള ധാരാളം ആളുകളോട് ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ആദി എന്താ? ഈ മക്കള് നാളെ സ്വർഗത്തിലെത്തുമോ? ഈ മക്കളെ ഈ ദീനിൽ തന്നെ വളരുമോ? അതോ ഈ മക്കളുടെ ദുനിയാവിൽ അവർക്ക് നല്ലൊരു ജോലി കിട്ടുമോ? അവർക്ക് നല്ലൊരു വീടുണ്ടാക്കാൻ പറ്റുമോ? ഫാഷിസ്റ്റുകൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ അവർക്ക് സമാധാനത്തോടു കൂടി നാട്ടിൽ കഴിഞ്ഞുകൂടാൻ പറ്റുമോ? ഏതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട വ്യാധികൾ? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖും ഇസ്മായിലും ആരാണ്? പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരെ തന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി നടത്തിയ ഒരു വസിയത്തിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ തുടർന്ന് പരാമർശിക്കാൻ പോകുന്നത്. യാക്കൂബ് നബിയുടെ ഒരു മകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്. ആ യാക്കൂബ് നബിയുടെ യൂസുഫ് നബിയെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരെയും തന്റെ അടുത്തേക്ക് വിളിച്ചു നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഈ രണ്ട് പ്രവാചകന്മാർ ഒരു സുന്നത്തെന്നോണം തങ്ങളുടെ മക്കളുമായിട്ട് നടത്തിയ ഒരു വസിയത്തിനെ കുറിച്ചാണ് അള്ളാഹു വളരെ ഗൗരവത്തിൽ ഇവിടെ എടുത്തു ധരിക്കുന്നത്. എന്താണ് വസിയത്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ദീനിനെ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആ ദീനിലായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത്. എന്നിട്ട് ഒന്നുകൂടി നാടകീയമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബിയുടെ മരണാസന്നമായ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ മക്കളെയൊക്കെ ചുറ്റും വിളിച്ചു ഇരുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ആ ഒരു വസിയത്തിന്റെ നാടകീയത കൂടി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നമ്മളോട് അള്ളാഹു ചോദിക്കുകയാണ്, അം കുന്തും ശുഹദാ, നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നുവോ? ഇത് ഹദറ യഅഖൂബൽ മൗത്ത്, യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരണം പിടികൂടാനായ ആ ഒരു സന്ദർഭത്തിൽ ഇത് ഖാല, ആ സന്ദർഭത്തിലും അദ്ദേഹം തന്റെ മക്കളോട് സംസാരിച്ചത് മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക, ആർക്കാണ് ഇബാദത്ത് എടുക്കുക എന്ന് ചോദിച്ചുകൊണ്ടാണ്. ആലു, ആ മക്കള് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ആ മക്കള് അദ്ദേഹത്തിന് നൽകിയ മറുപടി, നഅബുദു ഇലാഹക്, ഞങ്ങള് താങ്കളുടെ രക്ഷിതാവിനെയാണ് ഇബാദത്ത് ചെയ്യുക. വ ഇലാഹ ആബായിക്, താങ്കളുടെ പിതാവായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ഇലാഹായ ഏക ഇലാഹിനെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് മാത്രമേ കീഴ്പ്പെടുകയുള്ളൂ എന്നാണ് തുടർന്ന് ആ മക്കൾ യാക്കൂബ് നബിക്ക് നൽകിയിട്ടുള്ള മറുപടി. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്തിനാണ് ബനോ ഇസ്രായേൽ സന്തതികളുടെ നിരന്തരമായ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബിയുടെ ചരിത്രം അള്ളാഹു ഉദ്ധരിച്ചത് എന്ന്? അഥവാ അവരിൽ നിന്ന് ആ ഒരു സ്ഥാനം അള്ളാഹു എടുത്തു മാറ്റി മുസ്ലിങ്ങൾക്ക് കൊടുക്കുമ്പോ ആരാണ് മുസ്ലിങ്ങൾ? അവർക്ക് ബനോ ഇസ്രായേലരുമായിട്ടുള്ള ബന്ധം എന്താണ്? നിങ്ങൾക്ക് ഇബ്രാഹിം നബിയോടുള്ളത് പോലെയുള്ള ഒരു ബന്ധം മുഹമ്മദ് നബിക്ക് ഇബ്രാഹിം നബിയോടുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി നേരിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കഅബ എന്ന കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു പറയുന്നത്. തുടർന്ന് അള്ളാഹു എന്നിട്ട് അവരോട് പറയുന്നത്, വകദാലിക ജഅൽനാകും, ഞാൻ വിശ്വാസികളെ മുസ്ലിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. ഉമ്മത്തൻ വസത്തൻ,
അവരെ ഒരു മധ്യമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ ഇവിടെ എല്ലാവരും 48ഓളം ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാമെന്നാണ് കരുതുന്നത്. അതിന് ഉത്തരം ഞാൻ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. സൂറത്തുൽ ബഖറയിൽ ആകെ എത്ര ആയത്തുകളാണെന്ന് അറിയോ? കമന്റ് ചെയ്യാം, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ആളുകൾ ഇവിടെ ഉറങ്ങാതെ നിൽക്കണ്ടെന്നുള്ള അറിയണ്ടേ, ഞാൻ കമന്റ് കാണും. 286 ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിലുള്ളത് അല്ലെ. അതിന്റെ പകുതി എത്രയാണ്? 143. ഇപ്പോ വസത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം മധ്യത്തിലുള്ളതെന്നാണ്. 286ന്റെ പകുതിയായിട്ടുള്ള 143ാമത്തെ ആയത്തിലാണ് അള്ളാഹു എന്ത് പറയുന്നത്? മുസ്ലിങ്ങളെ ഞാനൊരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി ഇതുവരെ ഞാൻ പറഞ്ഞത് മുഴുവൻ ചരിത്രമല്ലേ? 142 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പ്രധാനമായും പറയുന്നത് മുൻപുള്ള സമുദായങ്ങളുടെ ചരിത്രമാണ്. 143 ശേഷം വളരെ കുറച്ച് ചരിത്രമേ ഉള്ളൂ, വളരെ അപൂർവമായിട്ട് മാത്രമേ ചരിത്രം പറയുന്നുള്ളൂ. അതിനുശേഷം മുഴുവൻ പറയുന്നത് നിയമങ്ങളാണ്. കുത്തിബ അലൈക്കും കുത്തിബ അലൈക്കും കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞ് 4 കുത്തിബകളാണ് ആകെ ഖുർആനിലുള്ളത്. നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു എന്ന് പറയാം. ആ 4 കുത്തിബകളും 143 ശേഷമുള്ള കുത്തിബകളാണ്, അഥവാ നിയമങ്ങളാണ്. അതിലൊന്നാണ് നോമ്പ് നോൽക്കണം എന്നുള്ള നിയമ കുത്തിബ അലൈക്കും മുസ്ലിയാം. അപ്പോൾ ഇതിന് ശേഷം അള്ളാഹു നമ്മൾക്ക് നിരന്തരമായിട്ട് നിയമങ്ങളാണ് നൽകുന്നത്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഈ ഒരു സമുദായത്തെ മധ്യമ സമുദായമാക്കി മാറ്റിയത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ഉത്തരവാദിത്തമാണ്, ഒരു പദവി അള്ളാഹു നൽകി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവാദിത്തമാണ് അള്ളാഹു അതിലൂടെ നൽകുന്നത്. എന്താണ് ആ ഉത്തരവാദിത്തം? ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകേണ്ടതുണ്ട്. എന്നിട്ടോ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മാതൃക, റോൾ മോഡലിനെ നമ്മൾക്ക് നൽകുകയാണ്. അപ്പോൾ യകൂന റസൂല അലൈക്കും ഷഹീദ, എങ്ങനെയാണോ പ്രവാചകൻ നിങ്ങൾക്ക് ഈ ദീനിന് വേണ്ടി സാക്ഷിയായിട്ടുള്ളത്, അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സാക്ഷിയാകണം. നമ്മളോട് സാക്ഷിയാകണം എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾക്ക് ഒരു പക്ഷെ സാധിക്കുമായിരിക്കും. പക്ഷെ പ്രവാചകൻ സാക്ഷിയായതുപോലെ നിങ്ങൾ ഈ സമുദായത്തിന്, ഈ ജനങ്ങൾക്ക് വേണ്ടി സാക്ഷികളാകണം എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറയിലെ 143ാമത്തെ ആയത്ത് യഥാർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തേണ്ട ആയത്താണ്. ഇനി 143ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരു മധ്യമ സമുദായമാക്കി എന്ന് പറഞ്ഞു. അതിന്റെ അടയാളം എന്താണെന്നുള്ളതാണ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പ്രവാചകന്റെ ഒരു പ്രാർത്ഥന പോലെ പ്രവാചകന്റെ ഒരു തേട്ടം. എന്തായിരുന്നു ആ തേട്ടം? കഅബ ഖിബ്ലയാക്കണം. ഇപ്പോ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാം, അതിന് റെഡ് ഇത് തെറ്റായ സ്ഥലത്താണുള്ളത്. മക്കയും മദീനയും അതുപോലെ തന്നെ ഇസ്രായേലിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഫലസ്തീനാണ് മുകളിലുള്ളത്. താഴെയുള്ള റെഡ് അത് കുറച്ച് മാറിപ്പോയതാണ് ആരോ. താഴെയുള്ള റെഡ് മദീനയുമായിട്ട് ബന്ധപ്പെട്ട്, മദീനയുടെ നേരെയായിരുന്നു ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ മക്കയിൽ നിന്ന് മുഹമ്മദ് നബി നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിനെ നേരെ തിരിഞ്ഞാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നിസ്കരിച്ചിരുന്നത്. കാരണം ബനു ഇസ്രായേലരുടെ കിബ്ല എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. ആദ്യകാലങ്ങളിൽ അതേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നബിയും അനുയായികളും ഒക്കെ നമസ്കരിച്ചിരുന്നത്. അങ്ങനെ മദീനയിൽ എത്തിയപ്പോ മുഹമ്മദ് നബിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിലാണ് എന്ത് വരുന്നത്? മക്ക വരുന്നത്. അപ്പൊ അത് മുഹമ്മദ് നബിക്ക് പ്രയാസമുണ്ടാക്കി. ഈ ഒരു പ്രയാസം തിരിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? മുഹമ്മദ് നബി ഒരു നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മക്കയിലെ കഅബയിലേക്ക് മാറ്റി. അങ്ങനെ ആ നിസ്കാരത്തിൽ തന്നെ നബി ഇപ്പോ മദീനയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന് നേരെ തിരിഞ്ഞിരിക്കുമ്പോ ഇങ്ങോട്ടായിരിക്കുമല്ലോ തിരിഞ്ഞിരിക്കുക, മേലോട്ട്. ഇങ്ങനെ ഇത് ബൈത്തുൽ മുഖദ്ദസ്, ഇത് മദീന, ഇത് മക്കയാണ്, ഇങ്ങോട്ടായിരിക്കും തിരിഞ്ഞിരിക്കുക. അപ്പൊ പെട്ടെന്ന് ഖിബ്ല മാറ്റുമ്പോൾ നബി എന്ത് ചെയ്യണം? മുന്നിൽ നിന്ന് നേരെ പിന്നിൽ സ്വഫിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്യണം. അങ്ങനെ തിരിഞ്ഞു നിന്ന ഒരു നമസ്കാരത്തിൽ ഖിബ്ല മാറ്റുക തിരിഞ്ഞു നിന്ന പള്ളിയുടെ പേരാണ് മസ്ജിദ് ഖിബ്ലത്തൈൻ. മദീനയിൽ പോയിട്ടുള്ള ആളുകളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു പെട്ടെന്നൊരു നമസ്കാരത്തിലാണ് അള്ളാഹു ഇത് ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഖിബ്ല ചേഞ്ച് ചെയ്തപ്പോ ബനു ഇസ്രായേലർ ആകെ ബേജാറായി.
അവരാകെ അതിനെക്കുറിച്ച് സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി, ഇത്രയും കാലം മുസ്ലിങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരുന്ന ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് എന്തിനാണ് അവർ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചത് എന്ന് അവർ ചോദിക്കാൻ തുടങ്ങി. എന്താണ് കഅബക്ക് ഇത്ര പ്രത്യേകത? അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ബനൂ ഇസ്രായേലിന്റെ കഥ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്ക് അള്ളാഹു പോകാനുണ്ടായ കാരണം ഇതുവരെ ചോദിക്കുമെന്നുള്ളത് കൊണ്ട് കഅബയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് അവർ ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവരുടെ ചോദ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്കുള്ള മറുപടി നൽകുകയാണ് ചെയ്തത്. എന്നിട്ട് ബനൂ ഇസ്രായേലർക്ക് മനസ്സിലായി, ഇത്രയും കാലം അള്ളാഹു ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്ന പ്രത്യേകമായ പദവി ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഖിബ്ല മാറ്റം എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ബനൂ ഇസ്രായേലരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അതിന്റെ പേരിൽ മദീനയിൽ ധാരാളം വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിബ്ല മാറ്റിയതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് റമദാനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോമ്പ് നിർബന്ധമാക്കിയ ആയത്ത് വരുന്നത്. ഒന്ന് രണ്ട് ആയത്തുകൾ ഒരു സാമ്പിളിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ റമദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്ത് വിശദീകരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫദ്കുറൂനി അദ്കുറുക്കും, ഇത് 152 ആയത്താണ്. മിഡിൽ ആയത്തിന് നമ്പർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആർക്കെങ്കിലും ഖുർആൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 152, 153 ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ സ്മരിക്കുക, അദ്കുറുക്കും, ഞാൻ നിങ്ങളെ സ്മരിക്കാം, വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് മാത്രം നന്ദി കാണിക്കുക, വലാ തക്ഫുറൂൻ, ഇവിടെ കുഫർ എന്നുള്ളതിന്റെ അർത്ഥം നന്ദികേട് കാണിക്കരുതെന്നാണ്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെ സ്മരിക്കാം, നിങ്ങൾ എന്നെ ഓർത്തില്ലെങ്കിലോ ഞാൻ നിങ്ങളെയും ഓർക്കില്ല എന്നുള്ളൊരു ഭീഷണി കൂടി ആ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടണം. എങ്ങനെ? സ്വബറിലൂടെയും നമസ്കാരത്തിലൂടെയും നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടണം. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങൾ അള്ളാഹുവിനോട് സ്വബറിലൂടെയും നമസ്കാരത്തിലൂടെയും സഹായം തേടണം. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ അള്ളാഹുവിനോട് നമസ്കാരത്തിലൂടെയും സ്വബറിലൂടെയും നിങ്ങൾ സഹായം തേടണം. നിങ്ങളുടെ ജോലിയിൽ പദവിയിലൊക്കെ നിങ്ങൾ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ സഹായം തേടേണ്ടത് സ്വബറും അതുപോലെ തന്നെ നമസ്കാരത്തിലൂടെയുമാണ്. വ്യക്തി ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നില്ല? ഇതിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് കൗൺസിലിംഗ് എടുക്കേണ്ടത് ആരുടെ അടുത്തുനിന്നാണ്? അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ്. അത് ക്ഷമയോടെയും നമസ്കാരത്തിനോട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടുമായിരിക്കണം. തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ക്ഷമിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ ചോദിച്ചു പോകും. അതിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഒരായത്തിൽ ഏറ്റവും വലിയ പ്രശ്നം, ആളുകൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രശ്നത്തെ ആദ്യം അവതരിപ്പിച്ചതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നത് അള്ളാഹു പറയുന്നത്. വലാ തഖൂലു, നിങ്ങള് വിളിക്കരുത്, ലിമ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ, മരിച്ചവര് എന്ന് നിങ്ങൾ വിളിക്കരുത്. ബൽ അഹ്യാഉൻ, തീർച്ചയായും അവര് ജീവിച്ചിരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടുത്ത്. വലാകില്ല തഷ്കുറൂൻ, നിങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനോഹരമായ ഒരു കവിതയിൽ യുക്കെ അബൂ സഹല ഈ ആയത്തിനെ പരിഭാഷപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൻ മാർഗത്തിൽ രക്തം കൊടുത്തവർ നിത്യവും ജീവിക്കും അല്ലാഹുവിങ്കൽ. സത്യത്തിൻ മാർഗത്തിൽ രക്തം കൊടുത്തവർ നിത്യവും ജീവിക്കും അല്ലാഹുവിങ്കൽ. സ്വർഗം അണഞ്ഞ ഷഹീദിന്റെ മുന്നിന്ന് സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ, സങ്കടപ്പെട്ടു കരയേണ്ട നിങ്ങൾ. ബന്ധം മുറിഞ്ഞോരു വേർപാടിതാണെന്ന് എന്തിനു തെറ്റിദ്ധരിക്കേണം നിങ്ങൾ, എന്തിനു തെറ്റിദ്ധരിക്കേണം നിങ്ങൾ. ഈ ഒരു ആയത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും
ഫലസ്തീനുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഫലസ്തീനിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നോമ്പ് നോറ്റ കൊണ്ട് വെള്ളം കുടിക്കാൻ, അത് നോമ്പ് തുറക്കാൻ കാരക്ക പോയിട്ട് വെള്ളം പോലും കിട്ടാതെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഫലസ്തീനികളുടെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം, ആ പ്രയാസത്തിന് അള്ളാഹു മറുപടി പറയാണ്, നിങ്ങൾക്ക് അവരെങ്ങനെയാണ് പരലോകത്ത് ജീവിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രയാസം ഉണ്ടാകുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നത്, എന്തുകൊണ്ടാണ് അള്ളാഹു നിങ്ങളെ ഈ അർത്ഥത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നൽകുന്നത് എന്നാണ്. വലനബലുവന്നക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട്, വൽ ജൂഅ്, അതുപോലെ തന്നെ വിശപ്പ് കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ ധനത്തിലും ആളുകളുടെ എണ്ണത്തിലും അതുപോലെ ഭക്ഷണ വിഭവങ്ങളിലും കുറവ് വരുത്തിക്കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. ഈ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന്റെ ഭാഗമാണ് പ്രശ്നങ്ങൾ. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മയെയും അനിയനെയും കാമുകിയെയും എളാപ്പയെയും എളാമയും ഒക്കെ വധിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന അവസ്ഥയിലായിരിക്കുകയില്ല വിശ്വാസികൾ. നിങ്ങൾ കണ്ടല്ലോ, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടില് എന്താണ് പ്രശ്നമെന്ന് നമ്മൾക്ക് ഇപ്പോഴും പൂർണ്ണമായി അറിയുകയില്ല എന്നുണ്ടെങ്കിലും ധാരാളമായ സാമ്പത്തിക ബാധ്യത ഉപ്പക്കും ഉമ്മക്കും ഒക്കെ ഉള്ള ഒരു കുട്ടി ഒരു ദിവസം രാവിലെ വന്ന് ഉമ്മയോട് 2000 രൂപയോ മറ്റോ ചോദിച്ചപ്പോ കൊടുക്കാതിരിക്കുകയും അതിന്റെ പേരിൽ ഉമ്മയെ, അതിനുശേഷം വല്യുമ്മയെ, അതിനുശേഷം എളാപ്പയെ, ഇളയമ്മയെ, പിന്നെ തന്റെ കാമുകിയെ, അതിനുശേഷം അനിയന്, ഓരോരുത്തരെയായി യാതൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെ കൊന്നൊടുക്കുക ആ ചെക്കൻ. അവന് അതെങ്ങനെ സാധിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ, അത് സാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നും, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ പോയി ആത്മഹത്യ ചെയ്യുകയാണോ വേണ്ടത്? അല്ലദീന ഇസ അസ്വാബതുഹും മുസീബ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഒരു പ്രയാസം പിടികൂടിയാൽ ഉടനെ നിങ്ങൾ പറയുക, ഇന്നാലില്ല, ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യുക. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുക, അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നൽകുക, അവർ മാത്രമാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ള ആളുകൾ എന്നാണ്. ഇവിടെ നേരത്തെ ഇബ്രാഹിം നബിയുടെ 2 പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചല്ലോ. എന്തായിരുന്നു? മക്കയുടെ പുറത്ത് നിന്നുകൊണ്ട് ഇബ്രാഹിം നബി നടത്തിയ 2 പ്രാർത്ഥന. ഒന്ന്, ആ നാടിന് സെക്യൂരിറ്റി നൽകണം എന്നുള്ളതായിരുന്നു. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്നുള്ള മോചനമാണ് സേഫ്റ്റി, സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കും. വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, എന്തായിരുന്നു 2ാമത്തെ പ്രാർത്ഥന? അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഇബ്രാഹിം നബിയുടെ 2ാമത്തെ പ്രാർത്ഥന. അള്ളാഹു പറയുകയാണ്, അവർക്ക് ഭക്ഷണം നിങ്ങൾക്ക് നൽകും, പക്ഷെ ഭക്ഷണത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുമെന്നുള്ളത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അള്ളാഹു ഞങ്ങളെ കൈയൊഴിച്ചു കളഞ്ഞു എന്ന് കരുതിക്കൊണ്ട് പ്രയാസപ്പെടുകയല്ല വേണ്ടത്, അള്ളാഹുവിലേക്കാണ് തിരിച്ചു പോകാനുള്ളത് എന്നുള്ള ഓർമ്മയോടുകൂടി, ആ ഒരു ഓർമ്മയോടുകൂടി ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ പരീക്ഷിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളോട് നമ്മൾക്കുള്ള നിലപാട് എന്തായിരിക്കും? നമ്മൾക്ക് അവരോട് ദേഷ്യമാണ് തോന്നുന്നത്, അല്ലെ? അള്ളാഹു പറയുന്നു, പക്ഷെ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ദേഷ്യമല്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ സൂഫി കവികളൊക്കെ ഇടക്ക് പാടാറുണ്ട്, മറ്റു സ്ത്രീകളെ നോക്കിയ കണ്ണുകൊണ്ട് നീ എങ്ങനെ ലൈലയെ കാണും, കണ്ണുനീര് കൊണ്ടതിനെ കഴുകി വൃത്തിയാക്കിയിട്ടല്ലാതെ. നിങ്ങള് എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പരമമായ സ്നേഹം അള്ളാഹുവിനാക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അള്ളാഹു നമ്മളെ പരീക്ഷിച്ചോട്ടെ, അത് അള്ളാഹുവിന് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സ്നേഹം തിരിച്ചറിയുക എന്നുള്ളതിന്റെ അർത്ഥം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് ഭക്ഷണത്തെ കുറിച്ചാണ്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ,
മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഇത് 168, 169 ആയത്താണ്. നിങ്ങളെ ഹലാലും വിശിഷ്ടവുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്, പിശാചിന്റെ മാർഗത്തെ പിൻപറ്റാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. എന്താണ് പിശാച് നിങ്ങളോട് പറയുന്നത്? ഇന്നമാ യഅ്മുറുക്കും, പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിസ്സൂ, ഒന്ന് ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, വൽ ഫഹ്ശാ, രണ്ടാമത്തത് തെറ്റായ മൃഗീയമായിട്ടുള്ള മനുഷ്യർക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത തിന്മയായിട്ടുള്ള കാര്യങ്ങള് ഫാഹിഷത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിശാച് നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചീത്ത കാര്യങ്ങളിലും നീചവൃത്തികളിലും ഏർപ്പെടാൻ വേണ്ടിയിട്ട് പിശാച് നിങ്ങളെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളോട് പറയുന്നത്. ഇന്ന് നമ്മള് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ എല്ലാത്തിന്റെയും സബ്സ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് പിശാചിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ? നമ്മളുടെ മക്കളെ പഠിപ്പിക്കാൻ, നമ്മളെ സ്വാധീനിക്കാൻ. അങ്ങനെ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് അല്പം കടന്നു പറയുകയല്ലേ നിങ്ങൾക്ക് തോന്നും. ഈ അടുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട്, ഇല്ലൂമിനാട്ടി എന്നുള്ള പാട്ട്, ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല, നമ്മളുടെ സമയം കുറവായതുകൊണ്ട്. അതിലെ അവസാനത്തെ കുറച്ച് വരികൾ, പേന കത്തി കൊണ്ട് വിദ്യാരംഭം, പുത്താണ് ഹരിശ്രീ. എന്താണ് ഈ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കാൻ, നമ്മളൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടി അവൻ ആ പാട്ട് പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആവേശം കൊള്ളുന്ന പാട്ടിന്റെ വരികളാണ്. ആ പറയുന്ന നായകന്റെ വിദ്യാരംഭം എന്ന് പറയുന്നത് പേന കത്തി എടുത്തിട്ട് കുത്തിയിട്ടാണ്. ഹരിശ്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരാളെ കുത്തിയിട്ടാണ് അവൻ ഹരിശ്രീ എടുത്തിട്ടുള്ളത്. തോക്കിന്റെ കാഞ്ചി വലിച്ചിട്ടുള്ള ശീലമാണ് അവൻ ഒരിക്കലും മാറാത്ത വ്യാധി എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് അതാണ് സർബത്താക്കി കുടിക്കുന്നത്. ഇതൊക്കെ പാടി നടക്കുന്ന കുട്ടികള് കൊടുവള്ളിയിലെ തന്റെ കൂട്ടുകാരനെ കണ്ണിടിച്ച് പഞ്ചറാക്കി നഞ്ചക്ക് കൊണ്ടവന്റെ തലയോട്ടി അടിച്ച് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. നമ്മളെ കുട്ടികൾ ഇതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, യൂട്യൂബിൽ നിന്ന്, നെറ്റ്ഫ്ലിക്സിൽ നിന്ന്, ആമസോൺ പ്രൈമിൽ നിന്ന്. ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളാണ് അവരെ കൂടുതൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ വില കൊടുത്തുകൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിരിക്കുമ്പോ പിശാച് നമ്മളുടെ മക്കളെ ഇതൊക്കെയല്ലേ പഠിപ്പിക്കുകയുള്ളൂ. ഇന്നത്തെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ വിളിക്കുന്നത് പോലും തെറിയാണ്. അത് ഫഹ്ഷ അല്ലെങ്കിൽ പിന്നെ എന്താണ്, പ്രണയിനി, കാമുകനും കാമുകിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നത് വരെ തെറിയാകുമ്പോ അതിൽ അവർക്കൊരു പ്രയാസവും ഇല്ലാതിരിക്കുമ്പോ അതൊക്കെ തന്നെയല്ല പിശാച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തോടുള്ള ആർത്തിയാണ് പിശാചിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ, പിശാചിന്റെ സ്വാധീനത്തിൽ പെട്ടു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. അതുകൊണ്ടാണ് ഇതിനെ രണ്ടിനെയും അല്ലാഹു ഒരേ ആയത്തിൽ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അമിതമായ ഭക്ഷണം, എന്തുണ്ടെങ്കിലും ഭക്ഷണം, എല്ലാ സ്റ്റാറ്റസിലും വെറൈറ്റിയുള്ള ഭക്ഷണങ്ങള്, അതിന്റെ പോരിശ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹം. എന്തുണ്ടെങ്കിലും ഉടനെ, എന്തെങ്കിലും ഒരു നേട്ടം ഒരാൾക്ക് കിട്ടിയാൽ ഉടനെ നമുക്ക് ട്രീറ്റ് വേണം, അല്ലെ? അത് നിർബന്ധിച്ച് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 173 ആയത്തിൽ അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഭക്ഷണത്തെ കുറിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ വിശിഷ്ടമായതിൽ നിന്ന് ഭക്ഷിക്കുക. വഷ്കുറൂ ലില്ലാഹ്, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് എടുക്കുന്ന ആളുകൾ എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഭക്ഷണത്തെ കുറിച്ച്. അപ്പൊ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള, ആലോചിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. വളരെ യാതൊരു തരത്തിൽ അലസമായിക്കൊണ്ട് ഒരു ഓർമ്മയും ബുദ്ധിയും ഒന്നുമില്ലാതെ നമ്മൾ നിർവഹിക്കേണ്ട ഒന്ന്. എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് ബോധമുണ്ടാകണം എന്നതാണ് സൂറത്തുൽ ബഖറയിൽ നോമ്പിനെ പരിചയപ്പെടുത്തുന്നതിന്റെ 10 ആയത്തുകൾക്ക് മുമ്പ് 153 ആയത്തിലാണ് നോമ്പിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. 173 ആയത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സൂചിപ്പിച്ചു. നേരത്തെ മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് പിശാചിനെ ചേർത്ത് പറഞ്ഞ ആയത്തിൽ അള്ളാഹു ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ സത്യവിശ്വാസികളെ മാത്രം വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു വിശിഷ്ടമായതിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിഷിദ്ധമായ ഭക്ഷണത്തെ കുറിച്ചാണ് തുടർന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് 2 ആയത്തുകൾ അല്ലെങ്കിൽ 3 ആയത്തുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 177 ആയത്തിൽ
മസ്ജിദുൽ അക്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കഅബയിലേക്ക് ഖിബ്ല മാറ്റിയപ്പോൾ അതിനെ വലിയൊരു പ്രശ്നമായി അവതരിപ്പിച്ച ആളുകൾക്കുള്ള മറുപടി ഒരിക്കൽ കൂടി അള്ളാഹു നൽകുകയാണ്. നിങ്ങൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞ് നമസ്കരിക്കുന്നതിലല്ല പുണ്യം. പിന്നെയോ പുണ്യം എന്ന് പറയുന്നത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. ഈ ആമന ബില്ല അള്ളാഹുവിലുള്ള വിശ്വാസം, വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലുള്ള വിശ്വാസം, വൽ മലായിക മലക്കുകളിലുള്ള വിശ്വാസം, വൽ കിതാബ് ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, വൻ നബിയ്യീൻ വിശ്വാസ കാര്യങ്ങളിൽ 5 കാര്യങ്ങളെയും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ആദ്യം ഇതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പുണ്യം. എന്നിട്ടോ രണ്ടാമതായിട്ട് സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കും. അങ്ങനെ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് നമസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെ കുറിച്ചും കരാർ പാലിക്കുന്നതിനെ കുറിച്ചും പ്രതിസന്ധി ഘട്ടങ്ങളിലും യുദ്ധരംഗങ്ങളിലും ക്ഷമ പാലിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. അപ്പൊ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ ഒന്നുകൂടി നമ്മൾ സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടങ്ങളിലെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ആരാണ് സത്യവിശ്വാസി? സമ്പത്തിനോട് ഏറെ ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ ദവിൽ ഖുർബ അടുത്ത ബന്ധുക്കൾക്ക് അത് ദാനം ചെയ്യുന്നവരാണ്. വൽ യതാമ അനാഥകൾക്ക് അത് ദാനം ചെയ്യുന്നവരാണ്. വൽ മിസ്കീൻ അഗതികൾക്ക് അത് ദാനം ചെയ്യുന്നവരാണ്. വബ്ന സബീൽ വഴിയാത്രക്കാർക്ക് സമ്പത്ത് ദാനമായി നൽകുന്നവരാണ്. വസ്സായിലെ നമ്മളുടെ ഒക്കെ വീട്ടിൽ ചോദിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ, യാചകന്മാർ, അവർക്കത് ദാനമായി നൽകുന്നവരാണ്. വഫിർ റിഖാബ് അടിമ ഭോജനത്തിന് വേണ്ടിയിട്ട് അത് ചിലവഴിക്കുന്ന ആളുകളാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് സമ്പത്തിനോടുള്ള ഒരു ബന്ധത്തെയാണ്. എല്ലാവരും സ്വന്തം ധനത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്, അത് വർദ്ധിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകളാണ്, അതിൽ കുറവ് വരുമ്പോൾ വിഷമമുള്ള ആളുകളാണ്. എന്നാൽ സമ്പത്തിനോടുള്ള ഇഷ്ടം അതൊരു പരിധി കവിയുമ്പോൾ അതൊരു മാനസിക പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ് ആധുനിക മനഃശാസ്ത്രജ്ഞർ പോലും പറയുന്നത്. പണത്തോടുള്ള ആർത്തി കാരണം സമ്പന്നർക്ക് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒന്നുമില്ലാത്ത ഒരവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ ഒരു അസുഖം, മാനസിക പ്രശ്നം ഒരു വൈറസ് പോലെ പടരുന്നു എന്നാണ്. അതിനാണ് അഫ്ലുവൻസ എന്ന മനഃശാസ്ത്രജ്ഞർ പേരിട്ട് വിളിക്കുന്നത്. ഈ ആളുകൾ അതേസമയം ജീവിക്കുന്നത് വലിയ വലിയ വീടുകളിലാണ്, അവർക്ക് ആഡംബര കാറുകളുണ്ട്, അവർ ഉപയോഗിക്കുന്ന വില കൂടിയ ഉപകരണങ്ങളാണ്. അവര് സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ വീടിലുള്ള ആഡംബരങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഹോം ടൂറുകൾ നടത്താറുണ്ട്. അവരുടെ വീട് മുഴുവൻ ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആണ്. ലോകത്തിൽ എവിടെ നിന്നുകൊണ്ടും അവരുടെ വീട്ടിൽ ഒരു ഫാനോ സ്വിച്ചോ കാറോ എന്ത് വേണമെങ്കിലും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ടും അവർക്ക് എന്തില്ല? അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ആപ്പിളിന്റെ ഒരു ഫോൺ വാങ്ങി അത് ഏറ്റവും മുന്തിയ ഫോണാണെങ്കിലും നാളെ അതിനേക്കാൾ വലിയ ഒരു ഫോണ് വന്ന് അത് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇന്നൊരു കാറ് ബൈക്ക് വാങ്ങി ഏറ്റവും പുതിയ മോഡലാണ്, എന്നാലും അതിന്റെ അപ്പുറത്തെ മോഡൽ വന്നാൽ തനിക്ക് കിട്ടിയ മോഡലിന് അത് പഴയതായി പോയല്ലോ, അടുത്തത് വാങ്ങണല്ലോ എന്നുള്ള ചിന്ത. ഇങ്ങനെ കിട്ടിയതിൽ ഒരിക്കലും സംതൃപ്തി ഇല്ലാത്ത ഒരു സമൂഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു മലയാള ഗാനത്തിൽ വളരെ രസകരമായി അവതരിപ്പിച്ച അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കഥതാൻ കാരാഗ്രഹം, നിലകൾ എണ്ണുവതിൽ കഥയെന്ത് പൊരുളെന്ത്, ഹൃദയലയം കാണും കുടിലെ മണിമാളിക. ഇവിടെ സ്നേഹം എന്നാൽ സ്വർണമാണൻ കിളിമകളെ, പ്രണയവും പരിണയവും വ്യാപാരം കിളിമകളെ. എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങളെന്ന് ശ്രീകുമാരൻ തമ്പി അതിന് വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പണത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയ ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വിദ്യാർത്ഥികള് അവരുടെ അധ്യാപകരെ വിലയിരുത്തുന്നത് അവരുടെ കയ്യിലെ ഫോൺ ഏതാണ്, അവർ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് ഏതാണ്, അവര് കോളേജിലേക്കോ സ്കൂളിലേക്കോ വരുന്ന വണ്ടി, ബൈക്ക്, കാറ് ഏതാണെന്നൊക്കെ നോക്കിയിട്ടാണ്. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പണ്ഡിതന്മാരെയും പ്രഭാഷകരൻ പോലെയും ആളുകളെ വിലയിരുത്തുന്നത് അവർ ഉപയോഗിക്കുന്ന കാറും ബൈക്കും മൊബൈലും ഒക്കെ നോക്കിക്കൊണ്ടാണ്. നല്ല
കാറിൽ പോർഷില് ബെൻസിലൊക്കെ വരുന്ന പ്രഭാഷകന്മാർക്ക് കൂടുതൽ ഒരു പ്രാധാന്യം ഒക്കെ നൽകുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ കരുതി പോവുകയാണ് ഇതൊക്കെയാണോ വിജയത്തിന്റെ അടയാളമെന്ന്. നമ്മളുടെ വിജയത്തിന്റെ അടയാളം ആരാണ് നമ്മൾക്ക് സാക്ഷിയാകാനുള്ള റോൾ മോഡൽ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് പരിചയപ്പെടുത്തിയത് 143-ാമത്തെ ആയത്തിൽ. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ. എന്തായിരുന്നു റസൂലിന്റെ വീടിന്റെ അവസ്ഥ? ഒരു പനയോലയിൽ ഒരു ദിവസം റസൂല് കിടന്നുറങ്ങി എണീറ്റ് വന്നപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അതിന്റെ പാട് കണ്ടപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകരെ കിസ്റയും കൈസറും ഒക്കെ കൊട്ടാരങ്ങളിൽ മൃദുവായ മത്തയിൽ കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഒരു ഈത്തപ്പനയോലയുടെ നാര് അതിലാണല്ലോ കിടന്നുറങ്ങുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു പോയില്ലേ? ഒരു നാരിനടയാളം തിരുമേനി പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാലെ തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത്. ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, ഉടലായ മകളും ഉരുകുന്ന കണ്ടു. മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട, മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കോണ. വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മിഴിനീരെ ഒപ്പിയെടുത്തൊരു ചുവടാണ് സ്വർഗക്കൂട്. ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നിധിയാണേ. പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾക്ക് മാതൃക. സമ്പത്താണ് ഭൂമിയിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു നൽകുമായിരുന്നത് എങ്കിൽ അത് ഏറ്റവും കൂടുതൽ ലഭിക്കുക ഈ റസൂലിനാകുമായിരുന്നില്ലേ? അപ്പോ സമ്പത്ത് എന്നുള്ളത് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം അള്ളാഹു നൽകുന്നതാണ്. അതൊരിക്കലും അള്ളാഹു നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അടയാളമല്ല. ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സമ്പത്തിനോടുള്ള ഇഷ്ടം കാരണം ഈ അഫ്ലുവൻസ് ബാധിച്ചു കഴിഞ്ഞാൽ അവര് സ്വാർത്ഥരായി മാറുന്നു. എന്നാൽ അങ്ങനെ സ്വാർത്ഥരാകുമ്പോഴാണ് ഉമ്മയെയും പെങ്ങളെയും കാമുകിയെയും ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറിപ്പോകുന്നത്. അവര് വിഷാദത്തിന് അടിമകളാണ് എന്നതാണ്. അങ്ങനെയാണ് അവർ മയക്കുമരുന്നിനും അടിമകളായി പോകുന്നത്. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ആരെങ്കിലും ഒരു സിഗരറ്റ് കൊണ്ടുവന്ന് തന്നാൽ പോലും നമ്മള് വേണ്ട എന്ന് പറഞ്ഞ് അത് വിലക്കുമായിരുന്നു. ഇന്നത്തെ കുട്ടികളെ മയക്കുമരുന്ന് അന്വേഷിച്ചു പോകാൻ മാത്രം എങ്ങനെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത്? ഈ സമൂഹമാണ് അവരെ അങ്ങനെ ആക്കി മാറ്റിയിട്ടുള്ളത്. അവര് കാണുന്ന സിനിമകളിലൊക്കെ അവർ കാണുന്നത് ലഹരിയുടെ വ്യാപകമായ പ്രയോഗമാണ്. അതുകൊണ്ട് അതൊരു തെറ്റാണ് എന്ന് അവർക്ക് തോന്നുന്നില്ല. യഥാർത്ഥ ജീവിതവും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളാണ് നമ്മളുടെ കുട്ടികൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് അവരെ ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനുള്ള മറുപടിയാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നത്. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വബ്നസ് സബീൽ വസ്സായിലീന വഫിർ റിഖാബ്. സമ്പത്ത് ഇഷ്ടമുള്ളപ്പോൾ ദാനം ചെയ്യലാണ് ത്യാഗം. അപ്പോ ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് ത്യാഗവും വർദ്ധിക്കും. അപ്പോ അതിന് ലഭിക്കുന്ന പ്രതിഫലവും കൂടും. നമ്മൾ സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ അത് നമ്മളുടെ മക്കൾ കൂടി അറിയണം. പാവപ്പെട്ടവരുടെ ജീവിത കഷ്ടപ്പാടിനെ കുറിച്ച് കൂടി അവർ അറിയണം. അപ്പോഴേ അവർക്ക് ജീവിതം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ചെന്നൈയില് ആദ്യമായി വന്നപ്പോ അന്ന് അവരെ നസീഫ് സാഹിബ് ഉണ്ടായിരുന്നു. നസീഫ് സാഹിബിന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കാൻ പോയിരുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ഞായറാഴ്ച, എല്ലാ ദിവസവും അദ്ദേഹത്തിന് ജോലിയാണ്, ആകെ ഒഴിവുള്ളത് ഒരു ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച അദ്ദേഹം പറഞ്ഞു നമ്മൾക്കൊരു സ്ഥലം വരെ പോകാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ പിന്നിൽ കയറി. അങ്ങനെ ഒരുപാട് കിലോമീറ്ററുകളോളം അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അവസാനം
ചെന്നൈ നഗരത്തിന്റെ പകിട്ടേറിയ ഉന്നതമായ ഉയർന്ന ആ കെട്ടിടങ്ങളും മറ്റുമൊക്കെ മാറി ആളുകളെ നമ്മളൊക്കെ സ്ലം എന്നൊക്കെ പറയുന്ന ചേരിയ പ്രദേശത്തേക്ക് അദ്ദേഹത്തിന്റെ ബൈക്ക് എത്തി. അവിടെ എത്തിയ ഒരു വീട്ടിൽ നിന്നിന്റെ മുറ്റത്ത് നിന്ന് അദ്ദേഹം ഏതോ ഒരാളെ ഫോൺ വിളിച്ചു. അതൊരു വൃദ്ധയായ ഒരു സ്ത്രീ ആയിരുന്നു. എന്നിട്ട് അവരുടെ വീടിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം ആ വീട്ടുകാരെ കുറിച്ച് പരിസരത്തുള്ള ആളുകളോടൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മൾ എന്തിനാ അവിടെ വന്നത്? അദ്ദേഹം പറഞ്ഞു, ചെന്നൈയില് ഒരു സക്കാത്ത്, ബൈത്തുൽ സക്കാത്ത് പോലെയുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലേക്ക് നമ്മൾ ആളുകളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കും. അപേക്ഷ കിട്ടിയാൽ അവരുടെ അവസ്ഥ അറിയുന്നതിന് വേണ്ടി നേരിട്ട് അവിടേക്ക് പോയിട്ട് നമ്മൾ അവരുടെ അവസ്ഥ കണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത് എന്നത്. അപ്പൊ എനിക്ക് വല്ലാത്ത എന്റെ ചെന്നൈയിലെ ആദ്യത്തെ അവസരമാണ്. ഒരേ ഒരു ദിവസമാണ് അവധിയുള്ളത്. ആ അവധിയുള്ള ദിവസവും താൻ ജീവിക്കുന്ന ഈ ഒരു ഉന്നതമായിട്ടുള്ള ഒരുപാട് ശമ്പളമൊക്കെ വാങ്ങി വലിയ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നസീബ് സാഹിബിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ ഞായറാഴ്ചയിലെ ഒഴിവ് ദിവസം മാറ്റിവെച്ചുകൊണ്ട് ചേരി പ്രദേശങ്ങളിലേക്ക് കടന്നുപോയി പാവപ്പെട്ടവരുടെ ജീവിത കഷ്ടപ്പാടുകൾ കണ്ട് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു പ്രസന്റേഷൻ ഇതിന് ശേഷമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിത കഷ്ടപ്പാടുകൾ അറിഞ്ഞ് അവരോട് എമ്പതിയോട് കൂടി പെരുമാറുമ്പോൾ നമ്മുടെ മക്കളെ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളെ കഷ്ടപ്പെടുത്തുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി മടിക്കുന്ന പണം ഭാര്യക്കും മക്കൾക്കും ഇഷ്ടം പോലെ ചെലവഴിക്കുന്നുണ്ടല്ലോ. അത് എന്തുകൊണ്ടാ? ഭാര്യയോടും മക്കളോടും നമ്മൾക്ക് സമ്പത്തിനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹമുണ്ട്. ഈ കഷ്ടപ്പെടുന്ന ആളുകളെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഞാനൊരു 5-10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, മുൻ സമുദായങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാം. എങ്ങനെയാണ് മുൻ സമുദായങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്? എല്ലാ മാസത്തിലും ഏതെങ്കിലും ഒരു 3 ദിവസം നോമ്പെടുത്താൽ മതി എന്നുള്ളതായിരുന്നു അള്ളാഹു അവരോട് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് തുടക്ക കാലഘട്ടങ്ങളിൽ ഈ ആയത്ത് അവതരിച്ച ഉടനെ സ്വഹാബികളും പ്രവാചകനും ഒക്കെ നോമ്പെടുത്തിരുന്നത്. എന്നാൽ 155-ാമത്തെ ആയത്ത് ഇതിന് കൂടെ അവതരിച്ചതല്ല, പിന്നീട് അവതരിച്ചതാണ്. അത് ഇറങ്ങിയതിന് ശേഷം ഒരു മാസം മുഴുവനായിട്ട് നബിയും സഹാബത്തും നോമ്പെടുക്കുകയാണ്. അപ്പോൾ നോമ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് റമദാനിൽ ഒരു മാസം മുഴുവൻ നോമ്പെടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 185-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. നോമ്പിനെ കുറിച്ച് അല്ലെങ്കിൽ റമദാനിന്റെ നോമ്പിനെ കുറിച്ച് മുഴുവൻ ഖുർആനിലുമുള്ള ഒരേ ഒരു ആയത്താണ് ഈ ആയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു എങ്ങനെയാണ് നോമ്പെടുക്കുന്നത് എന്നാണ് പറയുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ എന്തുകൊണ്ട് റമദാൻ മാസം സെലക്ട് ചെയ്തു എന്ന് അള്ളാഹു ഉടനെ തന്നെ പറയുകയാണ്. എന്തുകൊണ്ടാണ് റമദാൻ മാസം അള്ളാഹു സെലക്ട് ചെയ്തത്? ഈ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് ഖുർആൻ എന്നതാണ്. നോമ്പിനെ കുറിച്ച് റമദാനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ആരംഭിച്ച ആയത്തിൽ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് ഈ മാസത്തിൽ നോമ്പ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് അള്ളാഹു ഖുർആനിന്റെ 3 പ്രത്യേകതകളാണ് എടുത്തുന്നയിക്കുന്നത്. ഒന്ന് ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. അപ്പൊ ഇത് സന്മാർഗമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇത് സന്മാർഗമാണതിന് എന്താണ് തെളിവ് നമ്മൾ ചോദിക്കും. അപ്പൊ ആ തെളിവ് എന്താണ് എന്നുള്ളത് കൂടി വബയ്യിനാത്തി മിനൽ ഹുദാ, ഇത് സന്മാർഗമാണ് എന്നുള്ളതിനുള്ള തെളിവുകൾ കൂടി ഉൾക്കൊണ്ടതാണ് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഇത് സന്മാർഗമാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും നിയന്ത്രിക്കുന്നത് വിശുദ്ധ ഖുർആൻ ആകണം. അതാണ് വൽ ഫുർഖാൻ, സത്യവും അസത്യവും എന്താണ് എന്ന് വേർതിരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ ഖുർആൻ എന്താണ്? ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. ആ സന്മാർഗമാണ് എന്നുള്ളതിന് തെളിവുകൾ അടങ്ങിയതാണ്. അതുപോലെ അത് സത്യാസത്യവും തമ്മിൽ വേർതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് റമദാനിനെ കുറിച്ച് പറയാൻ വേണ്ടി ആരംഭിച്ച ആയത്തിൽ അള്ളാഹു ഖുർആനിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ റമദാനിലും ആദ്യമായി ഖുർആനിനെ സമീപിക്കുന്നത് പോലെ നമ്മൾക്ക് ഖുർആനിനെ സമീപിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ഖുർആൻ അള്ളാഹുവിന്റെ മുഅ്ജിസത്താണ് എന്നുള്ളത് ഖുർആനിലെ തെളിവുകളിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. എത്രത്തോളം ഞാൻ ഖുർആനിനെ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഫുർഖാൻ ആകുന്നത് എന്ന്
നമ്മൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഖുർആനിനെ കുറിച്ച് ആവർത്തിച്ച് ഈ ആയത്തിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. റമളാൻ മാസത്തിൽ ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ച് നോമ്പെടുക്കുകയാണ്. ഈ മാസത്തിൽ ഒരുമിച്ച് നോമ്പ് തുറക്കുകയാണ്. രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് തറാവീഹ് നമസ്കരിക്കുകയാണ്. ഈ സാമൂഹ്യമായ നോമ്പ് തുറയിലും അല്ലെങ്കിൽ നമസ്കാരത്തിലുമൊക്കെ നമ്മളുടെ മക്കളും ഭാഗമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല നമ്മൾക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോഴേ നമ്മളുടെ മക്കളും, നേരത്തെ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയുടെ ഒക്കെ പ്രാർത്ഥനകൾ നമ്മൾ ഓർമ്മിപ്പിച്ചില്ലേ, ആ അർത്ഥത്തിലുള്ള മക്കളായി നമ്മളുടെ മക്കളും മാറുകയുള്ളൂ. ഇനി മൊത്തം ഖുർആനിൽ നോമ്പിനെ കുറിച്ച് 6 ആയത്തുകളാണുള്ളത്. 153 മുതൽ 155 വരെയുള്ള ആയത്തുകൾ, 157 വരെയുള്ള ആയത്തുകൾ. അതിൽ 156-ാമത്തെ ആയത്ത് ദുആഇനെ കുറിച്ചാണ്, പ്രാർത്ഥനയെ കുറിച്ചാണ്. ഇബാദി എന്ന് പറയുന്നത്, അഥവാ റമളാനിൽ അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന തേട്ടങ്ങളും ദുആയും പ്രാർത്ഥനയും ഒക്കെ കൂടുതലാക്കണമെന്നുള്ള ഒരു സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നൽകുകയാണ്. എല്ലാം നമ്മൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മക്കളെ നമ്മളുടെ അടുത്തിരുത്തണം. അപ്പോഴാണ് അവർ നേർവഴിയിലേക്ക് എത്തിപ്പെടുക. ഓരോ സന്ദർഭങ്ങളിലും നമ്മളുടെ മക്കൾ എവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മക്കളെ ചേർത്ത് പിടിക്കണം. നമ്മളുടെ മടിയിൽ വെച്ചുകൊണ്ട് അവരുടെ കുഞ്ഞിളം കൈകൾ നമ്മളുടെ കൈകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയും നമ്മളുടെ മുഴുവൻ ലോകത്തിന് വേണ്ടിയും. അതുകൊണ്ട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അന്യായമായി ജയിലിൽ കിടക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ്, ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചു വന്നതിന്റെ പേരിൽ, മുസ്ലിങ്ങളായിപ്പോയതിന്റെ പേരിൽ അവരെ കൂടി നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾക്കുള്ള ബാധ്യതയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നോമ്പിനെ കുറിച്ചുള്ള അവസാനത്തെ ആയത്ത് എന്ന് പറയുന്നത് ഉഹില്ലലക്കും ലൈലത്ത സിയാം റഫസു ഇലാ നിസാഇക്കും എന്ന് പറയുന്ന 157-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാമിലിയെ കുറിച്ച്, ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അവർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്, നിങ്ങൾ അവർക്കുള്ള വസ്ത്രമാണ് എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഈ ആയത്തിൽ. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലക്കും. അഥവാ ഓരോ റമളാനിലും ഭാര്യ ഭർത്തൃ ബന്ധം കൂടുതൽ സുദൃഢമാക്കണം എന്നുള്ളത് ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നോമ്പായാൽ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പള്ളിയിൽ പോയിട്ട് ഇത്തികാഫിരിക്കുക എന്നുള്ളതല്ല. അതിന് ഒരു സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മളുടെ കുടുംബം, പ്രത്യേകിച്ചും ഭാര്യ ഭർത്തൃ ബന്ധം ഏറ്റവും സുദൃഢമാക്കാനുള്ള മാസം കൂടിയാണ് റമളാൻ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വിജയമാണ് റമളാൻ. എന്നിട്ട് അല്ലാഹു പറയുക, വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. നോമ്പ് കാലത്ത് നിങ്ങൾ പൂർണ്ണമായും ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതല്ല, രാത്രിയിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാം. സുമ്മ അത്തിമ്മു സിയാമു ഇല്ലൽ ലൈൽ. പ്രഭാതമായി കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കുക. നിയന്ത്രണമാണ് സംതൃപ്തി. ലിബറലൈസേഷന്റെ കാലഘട്ടത്തിൽ, പരിധിയില്ലാത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആളുകളൊക്കെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, നിയന്ത്രണങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് യുവതലമുറയും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ ഏത് നിയന്ത്രണത്തെയും അവരെ പൊട്ടിച്ചെറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിയന്ത്രിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട്, ആ ഭക്ഷണം നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ ആലോചിക്കുന്ന മാസം ഏതാണ്? അത് റമദാൻ മാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടോ? ഓരോ ഭക്ഷണം അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു രുചി പോയി എന്നുള്ളതല്ലാതെ പിന്നെ അത് നിങ്ങൾക്ക് ഈ അയവിറക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ രുചി ആസ്വദിക്കാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ അല്ലല്ലോ നോമ്പ്. കുട്ടിക്കാലത്തെ നോമ്പിന്റെ മാധുര്യം, കുട്ടിക്കാലത്തെ നോമ്പിന്റെ നിഷ്കളങ്കത, അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മിസ് ചെയ്യുന്നില്ലേ? അപ്പൊ നിയന്ത്രണമാണ് സംതൃപ്തി എന്നതാണ് റമളാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിയന്ത്രണമാണ് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടത്. നിയന്ത്രണമാണ് സുഖം, നിയന്ത്രണമാണ് സന്തോഷം, നിയന്ത്രണമാണ് ആത്മീയത, നിയന്ത്രണമാണ് തഖ്വ, നിയന്ത്രണമാണ് വിജയം. ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നിയന്ത്രിച്ചുകൊണ്ട് ചെലവഴിക്കുക. നിങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ സമയം ചെലവഴിക്കുമ്പോൾ
ആർക്കാണോ നിയന്ത്രിച്ചുകൊണ്ട് അതിൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്ന അവർക്കേ സന്തോഷം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അനിയന്ത്രിതമായി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയ സന്തോഷമല്ല നൽകുന്നത്, ഡിപ്രഷനാണ് നൽകുന്നത്. എന്നാൽ നിയന്ത്രിച്ചുകൊണ്ട് അതിന് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, അവർക്കാണ് അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നിയന്ത്രണമാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. തഖ്വ നേടുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുകയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ റമളാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സംഗ്രഹിച്ചുകൊണ്ട്. എനിക്ക് ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിമായി ജനിച്ചു എന്നതുകൊണ്ട് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സമ്മാനമായി നൽകുകയില്ല. അതിന് അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള ഈ പരീക്ഷണമായ ജീവിതം, ആ ജീവിതത്തിൽ ക്ഷമയോടെയും നമസ്കാരത്തോടെയും നമ്മൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് വിജയിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഞാൻ സൂചിപ്പിച്ചത്, സാമൂഹികമായ നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ഒറ്റപ്പെടുന്ന അവസരങ്ങൾ കഴിയുന്നതും റമളാനിൽ ഒഴിവാക്കേണ്ടതുണ്ട്. വീട്ടിലുള്ളപ്പോൾ മൊബൈൽ ഫോണും ഡിവൈസുകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മക്കളുടെ കൂടെ ചെലവഴിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ റമളാൻ മാസത്തിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെ മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ട് എങ്കിൽ അത് നമ്മളുടെ ഒറ്റപ്പെടലിനെ വർദ്ധിപ്പിക്കും. ഈ ഒരു കമ്മ്യൂണൽ സ്പിരിറ്റ് എന്ന് പറയുന്ന റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഈ സാമൂഹികമായ ബന്ധം അത് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡിന്റെ കാലഘട്ടത്തിൽ യഥാർത്ഥ ലോകത്തിലെ ബന്ധങ്ങൾ സുദൃഢമാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾക്ക് അതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ മാത്രം സുദൃഢമാക്കിയാൽ പോരാ. നമ്മൾ സുദൃഢമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ രണ്ട് കൈകളിലും നമ്മളുടെ മക്കൾ കൂടിയുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ബാധ്യത നമ്മൾക്കുണ്ട്. ഈ സാമൂഹികമായ ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമതായി റമളാൻ വിജയിച്ച ആളുകളുടെ ലക്ഷണം എന്ന് പറയുന്നത്. മൂന്നാമതായി, നമ്മളൊരു പക്ഷെ ഞാനിങ്ങനെ ആയത്തുകൾ തമ്മിലുള്ള പരസ്പര ബന്ധമൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ചൊരു സൗന്ദര്യം കാണാൻ സാധിച്ചിട്ടുണ്ടാകും. ഖുർആനിന്റെ പൂർണ്ണമായ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ചേ പറ്റൂ. അതിന് സാധ്യമാകുന്ന ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നവർ. അതുകൊണ്ട് ഖുർആൻ കാണാതെ പഠിക്കുക. അത് അറബി അക്ഷരങ്ങൾ മാത്രം, അതിന്റെ അർത്ഥം കൂടി പഠിച്ചുകൊണ്ട് ഈ കാണാതെ പഠിച്ചത് നമ്മളങ്ങനെ ഉരുവിടുമ്പോഴാണ് പരസ്പരമുള്ള ഖുർആനിന്റെ ഈ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം നമ്മൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. എനിക്കിതിലെ ചില ആയത്തുകൾ എടുത്ത് അങ്ങോട്ടുള്ള ബന്ധം ഇങ്ങനെ ഒരു അടയാളം എന്നുള്ള അർത്ഥത്തിൽ എക്സാമ്പിൾ ആയിട്ട് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പറ്റൂ. യഥാർത്ഥത്തിൽ സൂറത്തുൽ ബഖറയുടെ ആ ഒരു സൗന്ദര്യം അറിയണമെന്നുണ്ടെങ്കിൽ സൂറത്തുൽ ബഖറ നിങ്ങൾ കാണാതെ പഠിച്ച് നമസ്കാരത്തിൽ അത് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഈ ആയത്തുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടാണ് ഈ വിശുദ്ധ ഖുർആനിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് പറഞ്ഞില്ലേ. അള്ളാഹു നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള തേട്ടത്തോടു കൂടി നിൽക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ഓതുന്ന, മുഴുവൻ കാണാതെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അറിയാതെ ഓതുന്ന ആയത്തുകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നൽകും എന്നുള്ളതാണ്. അത് നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഖുർആൻ കാണാതെ പഠിച്ചേ പറ്റൂ. അതിനു വേണ്ടിയുള്ള ശ്രമം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് മാത്രമേ കാണാതെ പഠിക്കാൻ പറ്റൂ എന്നല്ല. 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നത്. ഒരുപാട് പ്രായമായതിനു ശേഷമാണ് ഉമറുൽ ഫാറൂഖ് ഖുർആൻ പഠിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ്, സഹാബിമാരൊക്കെ പ്രായമായതിനു ശേഷമാണ് ഖുർആൻ കാണാതെ പഠിച്ചിട്ടുള്ളത്. അവര് അറബി ഭാഷ അവർക്ക് അറിയുന്നത് കൊണ്ടാണ് എന്നൊരു പക്ഷെ നിങ്ങൾ കരുതി. അറബി അറിയാത്ത അനവധി ആളുകൾ വളരെ പ്രായമെത്തിയതിനു ശേഷം ഖുർആൻ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ തുടങ്ങണം. ഒരായത്ത് ഈ റമളാനിൽ കാണാതെ പഠിക്കാനുള്ള ഒരു ഉദ്യമം അത് തുടങ്ങി വെക്കുക എന്നുള്ള ഒരു കർത്തവ്യം നമ്മൾ തുടങ്ങിയ നമ്മളുടെ നിയ്യത്തിനനുസരിച്ചാണല്ലോ നമ്മൾക്ക് കൂലി. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തീർച്ചയായും നമ്മൾക്ക് പ്രതിഫലം നൽകും. അള്ളാഹു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖുർആൻ ലളിതമാക്കിയിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ വാഗ്ദാനമാണ്. അത് അങ്ങനെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്ക് മാത്രമാണ് റമളാൻ വിജയിച്ച റമളാനായി തീരാൻ സാധിക്കുക. അതുപോലെ ഓരോ റമളാനിലും ഖുർആനിനോടുള്ള ബന്ധം നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം.
അതാണ് ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനെ കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങിയ ആയത്തിൽ വിശദീകരിച്ചതിലൂടെ നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളത്, തലമുറകൾ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മക്കള്, അവരുടെ പേരക്കുട്ടികളൊക്കെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥ നമ്മൾ കാണേണ്ടി വന്നാൽ നമ്മൾ പരാജയപ്പെടുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ മക്കള് കൂടി ദീനിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയന്ത്രണമാണ് സുഖം. നോമ്പിലെ നിയന്ത്രണ സുഖമാണ് ഇഹപര വിജയത്തിന്റെ സൗഭാഗ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അതാണ് തഖ്വ ഉണ്ടാവുക എന്നുള്ളതിന്റെ ലക്ഷണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ നോമ്പ് നോൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് അനുകൂലമായി സാക്ഷിയാകുന്ന നോമ്പാക്കി തീർക്കണമേ. അല്ലാഹുമ്മ അജൽ ഹാദ الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم ارحمنا بالقرآن واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله لنا حجة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم أجرنا من النار وأجر والدنا من النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أصلح لنا ديننا التي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا واجعل الحياة زيادة لنا من كل خير واجعل الموت راحة لنا من كل شر. اللهم هون علينا سكرات الموت. اللهم ثبتنا عند الموت بقول لا إله إلا الله. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم دمر أعداءنا وأعداءك وأعداء الدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك غفور رحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم.